ആ പിന്നെ അമ്മ. ആ എന്താ മോളെ? അതെ അമ്മ, ഇന്ന് രാത്രിയില് അമ്മ വരുന്നുണ്ട് ടിവിയില്, കണ്ടോണേ. ആ പ്രോഗ്രാം ഓൺ വരമുദ്ര, സ്പെഷ്യൽ ടെലികാസ്റ്റ് ഡൽഹിന്ന്. മോളുടെ പ്രോഗ്രാം ഉണ്ടെന്ന് ഇന്ന് രാത്രിയിലെ. അതെ മോളെ, ടിവിയിൽ കണ്ടിട്ട് കാര്യമില്ല. അപ്പൊ അത് നേരിട്ട് കാണാത്തോണ്ട് ഒരാൾക്ക് കണ്ണു നിറയണുണ്ട് ഇവിടെ. ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് മാത്രം ആയില്ലല്ലോ മോളെ. ആട്ടെ, താൻ എന്നാ ഇങ്ങോട്ട് വരുന്നേ? ആ അമ്മയോട് നേരിട്ട് പറഞ്ഞു, ഒന്ന് സമാധാനമായിക്കോട്ടെ പാവം. ആ മോളെ വരാമ്മ. ദാ അമ്മ അങ്ങ് എത്തി. ഇനി ഒറ്റ ആഴ്ച ഉറപ്പ്. പിന്നെ അമ്മ, കേസും പ്രശ്നങ്ങളൊക്കെ വേഗം ശരിയാവും. അമ്മ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയണം അപ്പായോട്. അമ്മോ, അമ്മു കരയാണോ? ഏയ് ഇല്ലടാ. ഗുഡ് മോർണിംഗ് സാർ. ഒന്ന് അനങ്ങി വായന്റെ വക്കീലേ. ഇനി അമ്മൂന് ഫോൺ ചെയ്യുമ്പോ ബാംഗ്ലൂരിലെ അനാഥ കുട്ടികളുടെ കൂട്ടത്തിൽ നമുക്കും കൂടി ഇത്തിരി ഇടം തരാൻ പറയണം അവളോട്. ഒരു ചെറിയ കോട്ടേജ്, അത്ര മതി. ഇതാ. എക്സ്ക്യൂസ് മീ സർ. ആ വണക്കമ്മ. കൺഗ്രാചുലേഷൻസ് സർ, കൺഗ്രാചുലേഷൻസ്. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഓൾമൈറ്റി നമ്മൾ ജയിച്ചു സാർ. കേസ് നമ്മൾ ജയിച്ചു സാർ. നല്ല ക്ലീൻ കോംപ്രമൈസ്. ആ സാർ, ഞാൻ ഫോൺ ചെയ്തപ്പോ പറഞ്ഞില്ല സാർ, ആ കള്ള മാർവാടിയെ ചുറ്റി വളച്ച് നമ്മളൊരു വഴിക്ക് കൊണ്ടേ കെട്ടുവന്ന്. ഡൺ. ഇപ്പൊ ഫോണിൽ വിളിച്ച് ഓക്കെ പറഞ്ഞു ഭട്ടാജി. താൻ എന്തൊക്കെയാണോ വിക്ടറി പറയുന്നത്? അയ്യോ സാർ, ഞാൻ പറഞ്ഞിരുന്നല്ലോ ഭട്ടാജിയുടെ കാര്യം. കിഷൻ ഭട്ട. ആ സാർ, ദ നൊട്ടോറിയസ് മാഫിയ കിങ് കിഷൻ ഭട്ട ഫ്രം ബോംബെ. ഇപ്പാള് ദുബായിലാണല്ലോ. അയ്യോ അമ്മ, മാഫിയ എന്ന് കേട്ട് പേടിക്കല്ലേ. പാവ മനുഷ്യൻ, തങ്കപ്പെട്ട മനുഷ്യൻ. കേട്ടോമ്മ, സാറിന്റെ ഈ ദണ്ണം വിഷമവും കണ്ടിട്ട് എക്സ്പോർട്ട് ബിസിനസ്സിൽ സാറിനെ ഈ മാർവാടി കോടികൾ കളിപ്പിച്ച കാര്യവും ഇപ്പത് 2-2.5 വർഷമായിട്ട് കേസ് ഇങ്ങനെ ഇളിക്കുന്ന കാര്യവും നേരെ ചെന്ന് ഭട്ടാജിയോട് വിസ്തരിച്ചു പറഞ്ഞു. ഞാൻ ഓൺ ദ സ്പോട്ട് ഡിസിഷൻ അമ്മ. അപ്പൊ തന്നെ ഫോൺ എടുത്ത് മാർവാടി വിളിക്കുന്നു ഭട്ടാജി. ഒറ്റ വാക്കാണ്. ഇന്ന് കോടതിയിൽ കേസ് വിധി വരുന്നതിന് മുമ്പ് സാറിന്റെ ഫുൾ എമൗണ്ടും സെറ്റിൽ ചെയ്തിട്ടില്ലെങ്കിൽ ബോംബെയിൽ വൈരക്കച്ചവടം നടത്തുന്ന നിന്റെ തണ്ട മാർവാടിയുടെ കഴുത്തിന് മേലെ നാളെ തല കാണൂല്ലടാ മോനേന്ന്.